ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ കാണിക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൈപ്പ് ലൈൻ ഫിറ്റിങ്സുകളാണ്. പ്ലംബിങ്ങിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പൈപ്പ് ഫിറ്റിങ്സിൻ്റെ നെയിം ആൻഡ് ഫങ്ഷൻസ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് വരുന്നതാണ് കപ്ലർ. കപ്ലർ എന്ന് പറയുന്നത് രണ്ട് പൈപ്പുകൾ തമ്മിൽ ഫിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പൈപ്പ് ഫിറ്റിംഗ് ആണ്. സെയിം ഡയമീറ്ററുള്ള രണ്ട് പൈപ്പുകൾ തമ്മിൽ നേരെ ലൈനിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കപ്ലർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് റെഡ്യൂസർ കപ്ലർ. റെഡ്യൂസർ കപ്ലർ വരുന്നത് രണ്ട് പൈപ്പുകൾ തമ്മിൽ ഫിറ്റ് ചെയ്യാനാണ്. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നേരെ പോകുന്ന രണ്ട് പൈപ്പുകൾ തമ്മിൽ ഫിറ്റ് ചെയ്യണം. ബട്ട് ഒന്ന് ഡയമീറ്റർ കൂടിയതും രണ്ടാമത്തേത് ഡയമീറ്റർ കുറഞ്ഞതാണ്. കമ്പാരിറ്റീവ്ലി ഡയമീറ്റർ കൂടിയ ഒരു പൈപ്പിൽ നിന്ന് ഡയമീറ്റർ കുറഞ്ഞ പൈപ്പിലേക്ക് ഫിറ്റ് ചെയ്യുന്നതിന് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് രണ്ടും ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റെഡ്യൂസർ കപ്ലർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് 90 ഡിഗ്രി എൽബോ. ഒരു പൈപ്പ് ലൈനിൻ്റെ ഡയറക്ഷൻ 90 ഡിഗ്രിയിലാക്കിയിട്ട് ചേഞ്ച് ആക്കാനുള്ളത്. നേരെ പോകുന്നൊരു പൈപ്പ് അതിൻ്റെ ഡയറക്ഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രിയിൽ ആണ് അതിൻ്റെ ഡയറക്ഷൻ മാറണം എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് 90 ഡിഗ്രി എൽബോ. സോ എന്താണ് 90 ഡിഗ്രി റെഡ്യൂസർ എൽബോ? റെഡ്യൂസർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അതായത് ഡയമീറ്റർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പൈപ്പിൽ നിന്ന് ചെറിയൊരു പൈപ്പിലേക്ക് അതിൻ്റെ ഫ്ലോ ആക്കണം, വാട്ടർ ഒഴുകുന്നത് ഫ്ലൂയിഡ് ഒഴുകുന്നത് കുറയ്ക്കണം. അതായത് ഒരു പൈപ്പ് ലൈനിൽ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ഡയമീറ്റർ കൂടിയ പൈപ്പിൽ നിന്ന് കുറഞ്ഞ പൈപ്പിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ അതിൻ്റെ ഡയറക്ഷൻ 90 ഡിഗ്രിയിലാക്കിയിട്ട് ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിലും ആണ് ഈ ഒരു 90 ഡിഗ്രി റെഡ്യൂസർ എൽബോ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതാണ് ബെൻഡ് യൂസ് ചെയ്യുന്നത് ഒരു ഗ്രാജുവലായിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പൈപ്പ് ലൈൻ പോകുന്നിടത്ത് ഡയറക്ഷൻ ചേഞ്ച് ആക്കണം. അത് ഒറ്റയടിക്കുള്ളൊരു ചേഞ്ച് ആവരുത്, ഒരു ഗ്രാജുവലായിട്ടുള്ള ചേഞ്ച് ആവണം. 90 ഡിഗ്രിയിലുള്ള ഒരു ചേഞ്ച് ആയിക്കോട്ടെ, അതൊരു ഗ്രാജുവലായിട്ട് വളഞ്ഞ രീതിയിലുള്ള ഒരു ബെൻഡാണ്. 90 ഡിഗ്രി എൽബോസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു അബ്രപ്റ്റായിട്ടുള്ള പെട്ടെന്നുള്ളൊരു ചേഞ്ചാണ് ആ ഒരു പൈപ്പ് ലൈനിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഈ ഒരു ബെൻഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഗ്രാജുവലായിട്ടുള്ള ചേഞ്ചാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഏതാണ് ടീ ജോയിൻ്റ് വരുന്നത്. മെയിൻ പൈപ്പിൽ നിന്ന് വേറൊരു ബ്രാഞ്ച് കൊടുക്കണമെന്നുണ്ടെങ്കിലാണ് ഈ ഒരു പൈപ്പ് ഫിറ്റിംഗ് യൂസ് ചെയ്യുന്നത്. മെയിൻ പൈപ്പിൽ ഇത് കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു വേറൊരു ബ്രാഞ്ച് കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ടീ യൂസ് ചെയ്യുന്നത്. അതുപോലെ റെഡ്യൂസർ ടീ വരുന്നത് മെയിൻ പൈപ്പിൽ നിന്ന് വേറൊരു ബ്രാഞ്ച് കൊടുക്കണം. അതുപോലെ ആ കൊടുക്കുന്ന ബ്രാഞ്ച് പൈപ്പ് ചെറുതായിരിക്കും, ഡയമീറ്റർ കുറഞ്ഞ രീതിയിലുള്ളൊരു പൈപ്പായിരിക്കും ആ ബ്രാഞ്ചായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് റെഡ്യൂസർ ടീ യൂസ് ചെയ്യുന്നത്. പൈപ്പ് ലൈനിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടീ യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പൈപ്പ് ഫിറ്റിങ്സ് ആണ് ഇവിടെ പറഞ്ഞത്, നെയിം ആൻഡ് ഫങ്ഷൻസ്. ഇനിയുണ്ട് ഒരുപാട് പൈപ്പ് ഫിറ്റിങ്സുകൾ. അപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫിറ്റിങ്സ് മാത്രമാണ് ഇവിടെ പറഞ്ഞത്.